തന്റെ ഭാവി വരനെക്കുറിച്ചും അയാളുടെ ജോലിയെക്കുറിച്ചും ഒക്കെ അമ്മുവിന് സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? എടോ, ജീവിതത്തിന്റെ കയ്പും മധുരവും ഒക്കെ അറിഞ്ഞു വളർന്നവനാ ശ്രീനാഥ്. അങ്ങനെയുള്ള ഒരാളിന്റെ കൂടാണ് അമ്മു ജീവിക്കേണ്ടത്. മുമ്പൊരിക്കലും ഇത്രയും അസ്വസ്ഥനായി ഞാൻ അങ്ങേ കണ്ടിട്ടില്ല. അമ്മ എന്താണോ എന്നെ മനസ്സിലാക്കാത്തെ? ആദ്യം അമ്മു എന്താ കരുതുന്നേ? അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പ്രവർത്തിക്കുവോ? കാലം പഴയതല്ലല്ലോ. ചെറുമക്കളുടെ നന്മ മാത്രമാണ് ഈ മനസ്സിലുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവില്ലേ? അവരുടെ നല്ലതിനു വേണ്ടിയാണെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ ശത്രുതയും ശാപവും നമ്മൾ ഏറ്റുവാങ്ങേണ്ട ആവശ്യമുണ്ടോ? അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അങ്ങനെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ വിട്ടാൽ അവസാനം അവരുടെ ജീവിതം എന്താകും? അങ്ങനെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ വിട്ടല്ലേ ഒരാളെ, അതിന്റെ ഫലം ഇന്നും നമ്മൾ അനുഭവിക്കല്ലേ? ഒക്കെ മറന്നുപോയോ? എന്റെ കുട്ടികൾ ഇന്നെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും സാരമില്ല. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ആ മധുര അവരറിയുന്ന ഒരു കാലം വരുവടൂ. അന്നവരെന്നെ മനസ്സിലാക്കും. അമ്മ ഒരു പാവം കുട്ടിയാ. മുത്തശ്ശനായിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കണോ? ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെയാ അമ്മ വളർന്നത്. അങ്ങനെയാണ് അവളെ വളർത്തിയത്. അങ്ങനെ വളർന്നു വന്ന ഒരാൾക്ക് ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടത്തിൽ പാളിച്ചകൾ സംഭവിക്കും. അനുഭവങ്ങളുടെ പരിചയം അവർക്കുണ്ടാവില്ല. അത് അവളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ശ്രീനാഥിനെ പോലൊരു പയ്യനെ അവൾക്കു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. ശ്രീനാഥ് നല്ല പയ്യനാ, അത് നമുക്ക്. പക്ഷേ അമ്മുവിനെ സംബന്ധിച്ച് ശ്രീനാഥ് സ്കൂൾ അധ്യാപകൻ മാത്രമല്ലേ? തന്റെ ഭാവി വരനെക്കുറിച്ചും അയാളുടെ ജോലിയെക്കുറിച്ചും ഒക്കെ അമ്മുവിന് സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? എടോ, ജീവിതത്തിന്റെ കയ്പും മധുരവും ഒക്കെ അറിഞ്ഞു വളർന്നവനാ ശ്രീനാഥ്. അങ്ങനെയുള്ള ഒരാളിന്റെ കൂടാണ് അമ്മു ജീവിക്കേണ്ടത്. ദേ, ശ്രീനാഥിനെ അവൾ വിവാഹം ചെയ്താൽ ഒരു കാലത്തും അവൾക്ക് കണ്ണു നനേണ്ടി വരില്ല. മറ്റേതൊരു പയ്യനേക്കാളും പൊന്നുപോലെ ശ്രീനാഥ് നമ്മുടെ അമ്മുവിനെ നോക്കിക്കോളും. അതെനിക്കുറപ്പാ. ഈ കുടുംബത്തിന് നല്ലതെന്തു വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന്റെ പേരിൽ ആരെന്നെ ശത്രുസ്ഥാനത്ത് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. അമ്മുവിന്റെ ശ്രീനാഥിന്റെയും വിവാഹം നടന്നിരിക്കും, ഞാൻ നടത്തിയിരിക്കും. ഇന്നുവരെ ഇവിടുന്ന് തീരുമാനിച്ച ഒരു തീരുമാനങ്ങളെയും ഞാൻ എതിർത്തിട്ടില്ല. പറയുന്നതൊന്നും മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷേ ഈ ഒരു കാര്യത്തില് രുക്മിണി, മറ്റാരും എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ താൻ എന്നെ മനസ്സിലാക്കാതെ സംസാരിച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. ദേവി, എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ആരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടത്? ഏതാ ശരി, ഏതാ തെറ്റ്? ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഇഷ്ടമില്ലാതെയാണ് അമൃതേച്ചി എന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ ചേച്ചിക്കത് എത്ര വലിയ സങ്കടമായിരിക്കും. ഒരു പെണ്ണും അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ.
അമൃതേച്ചിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ശ്രീയേട്ടനോട് പറഞ്ഞ ആ പാവത്തിനത് താങ്ങാൻ പറ്റില്ല. പക്ഷെ ശ്രീയേട്ടൻ അതറിയാതെ അമൃതേച്ചിയെ കല്യാണം കഴിച്ച അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാവും. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണേ അമ്മേ. ആദി, ആദി, നീയോ? നീ ഇവിടെയും വന്നോ? ശല്യം. സന്തോഷായില്ലേ? ഇല്ലേ? ഇനി എന്തിനാടി വന്നിരിക്കുന്നേ? പറ. ഇനി എന്താ നിനക്ക് വേണ്ടേ? ഞാൻ പറയുന്നത് ക്ഷമയോടെ താനൊന്ന് കേക്ക്. ഇനി നാശം പിടിച്ചവളെ നീ മിണ്ടിപ്പോരുത്. നിന്നെ എന്ന് കണ്ടു തുടങ്ങിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. ആദി, ഇപ്പൊ നീയായിട്ട് എന്റെ ചേച്ചിയുടെ ജീവിതം കൂടി നശിപ്പിച്ചു. എടോ, എനിക്ക് ഇയാളുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. നിനക്കൊരു പുണ്ണാക്കം മനസ്സിലാവില്ലടി. നീ ഒറ്റ ഒരുത്തിയാ എന്റെ സകല പ്ലാനും തകർത്ത് തരിപ്പണമാക്കിയത്. എടി കാട്ടുവള്ളി, നീ ഇന്ന് അങ്ങോട്ട് കെട്ടിയിരുത്തില്ലായിരുന്നെങ്കിലേ എന്റെ ചേച്ചി ഇപ്പൊ സേഫ് ആയിട്ട് എത്തേണ്ട അടുത്ത് എത്തിയാനെ. എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാനൊന്നും മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല. തന്റെ പ്ലാനും പദ്ധതിയൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. മിണ്ടിപ്പോരുതെന്നല്ല ഞാൻ പറഞ്ഞേ. പോടി ഇവിടുന്ന്. ഏയ് നിക്ക് ആദി, ഞാൻ പറയട്ടെ, നിക്ക്. ബോൺസായി ട്രീ ഇന്ന് എന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ കള്ളിയാക്കുമെന്ന് പറഞ്ഞ് ഏരി കയറ്റിയത് താനല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ മതില് ചാടി. നിന്റെ ബോൺസായി ചെടി എന്റെ നെഞ്ചത്ത് കൊണ്ടുവയ്ക്കടി. നീ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ പ്ലാൻ കൊളാക്കിയതാ. അല്ല, സത്യമായിട്ടും അല്ല. താൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. മോളെ, നീ എന്റെ അടുത്ത് അടവെടുക്കല്ലേ. ഈ പട്ടിക്കാട്ടി കിടന്ന് രാജാവ് കളിക്കുന്ന നിന്റെ കൂടെ ചേട്ടന് എന്റെ തങ്കം പോലത്തെ ചേച്ചിയെ കല്യാണം കഴിക്കണോ അല്ലേ? നടത്തി കൊടുക്കാം, ഞാൻ നടത്തി കൊടുക്കാടി. എടോ, താൻ എന്നെ ഇങ്ങനെ വെറുതെ ചീത്ത വിളിക്കാതെ ഇതിനെന്താ ഒരു സൊല്യൂഷൻ അത് ആലോചിക്കേ. അമൃതേച്ചിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ അറിയാനാ? നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എന്റെ നിയന്ത്രണം തെറ്റും. ഞാൻ തന്നെ കൊന്ന് കാട്ടിലെറിയും. ഓടിന്റെ മുമ്പിന്ന് അതെ. ഓ, ആ വഴി പോരുത് ആദി. നീ പോടി. ആദി, അത് കാവിലേക്കുള്ള കാട് പിടിച്ച വഴിയാ. സന്ധ്യ കഴിഞ്ഞ ആരും ആ വഴി പോവാറില്ല. ഇഴജന്തുക്കൾ ഉണ്ടാവും. ഒരു ഇഴജന്തുവിന് നിന്റെ അത്ര വിഷം ഉണ്ടാവില്ലടി. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഇഴജന്തു.